നമുക്ക് ഇഷ്ടമുള്ളവർ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഇരിക്കണം എന്ന് വിചാരിക്കരുത്. കാരണം അവർക്ക് ഇഷ്ടമുള്ളവരും കാണും. നമ്മളെ എപ്പോൾ അവോയ്ഡ് ചെയ്ത് തുടങ്ങുന്നോ അപ്പം നമ്മൾ പയ്യെ സ്കിപ്പ് ചെയ്ത് തുടങ്ങണം. കാരണം നേരത്തെ നമുക്ക് നമ്മളെ പയ്യെ അവോയ്ഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ദേഷ്യം കൊണ്ടാന്ന് വിചാരിക്കുമ്പോൾ കാല് പിടിച്ച് അങ്ങോട്ട് ചെല്ലും. പിന്നെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇത് നമ്മളെ ഒഴിവാക്കാനുള്ളതാന്ന്. അപ്പം അതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും പിന്നെ പയ്യെ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് നമുക്ക് ഒരു പെണ്ണ് എന്ന് സംബന്ധിക്കുമ്പം നമുക്കും നല്ലത്. ഒരു എന്താ പറഞ്ഞ നമ്മളും എന്താ പറയുക, നമ്മുടെ ആ ഒരു വളർത്തിയതിനും നമ്മൾ കാണിക്കുന്ന ആ ഒരു ഇത് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകണം എന്നുള്ളവരാണ്. പിന്നെ നേരത്തെ ഇപ്പോൾ ഒരാളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ തന്നെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുമ്പം തന്നെ അവർ നമ്മുടെ അടുത്ത് പല ഇതും പറയും. ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിന്നെയാണ് സ്നേഹിക്കുന്നത്, നിന്നെ സ്നേഹിച്ചിട്ടുള്ള പോലെ ഈ ലോകത്ത് ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല, അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് നിന്നെ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ സ്നേഹിച്ച് വന്നു കഴിയുമ്പം എന്തെങ്കിലും അവരുടെ മനസ്സിൽ നമ്മളോടുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം, അല്ലെങ്കിൽ പ്രശ്നം വേണ്ട, അവർക്ക് നമ്മളെ ഒഴിവാക്കണം എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു റീസൺ അവരുടെ മനസ്സിലുണ്ടായാൽ മാത്രമാണ് പിന്നെ നമ്മുടെ നിന്നിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റ് കാണുമ്പോൾ ആ തെറ്റിലേക്ക് പിടിച്ചു കയറുന്നേ. ഒഴിവാക്കണം എന്നില്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ എപ്പോഴും നമ്മുടെ നിന്ന് എപ്പോഴും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നീ ഇങ്ങനെ തെറ്റ് കാണിച്ചു ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചീത്തയോ വഴക്കോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 2-3 ദിവസം കഴിയുമ്പം അതിൻ്റെ ഇത് പറയും. ആ നെഗറ്റീവ് എപ്പോഴും മനസ്സിലിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റാവും. ഒരു വ്യക്തിയെ ഒഴിവാക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യണമെന്നോ, നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ഒക്കെ തെറ്റ് തന്നെയാവും. നമ്മളെ എടുത്തെറിയാൻ തന്നെ നോക്കത്തുള്ളൂ. അപ്പം അതിൽ നിന്ന് അവർ പയ്യെ വന്നു കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു ഡയലോഗ് നമ്മളോട് പറയും, എത്രയാണെങ്കിലും എന്താ പറഞ്ഞ നമ്മുടെ കൂടെ ഉള്ളതാണ് റിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പം പുരുഷൻ പറയുവാണ് എൻ്റെ ഭാര്യയാണ് റിയൽ എന്ന്. അപ്പം അതുപോലെ അങ്ങനെ റിയൽ എന്ന് അവർക്ക് എപ്പോൾ തോന്നി അവർ നമ്മുടെ മുഖത്ത് നോക്കി പറയണോ അതോടുകൂടി പിന്നെ നമ്മളൊന്നും വിചാരിക്കരുത്. കാരണം പിന്നെ നമുക്ക് അവിടെ ഒരു പ്രശസ്തി ഇല്ല, പിന്നെ നമുക്കൊരു വിലയോ വാല്യൂ ഒന്നും നമുക്കില്ല. അങ്ങനെ അവരുടെ മനസ്സിൽ വായിൽ നിന്ന് ഒരു ഡയലോഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിൽക്കരുത്, പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുക. പിന്നെ നമ്മുടെ മുന്നിൽ എപ്പോഴും നമ്മളെ ആരെയും പറ്റിച്ചിട്ടില്ല, തേച്ചിട്ടില്ല എന്ന് മാത്രം വിചാരിക്കുക. നമ്മളെ അവർ കളഞ്ഞു, നമ്മൾ കാല് പിടിച്ച് കുറേ പോയി, ഇപ്പോഴും അവർക്ക് നമ്മളെ വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ പിന്നാക്കം പോയി നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക. ഓക്കെ, പഴയതെല്ലാം മറന്ന് വേറൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ നോക്കുക. ഓക്കെ.